തമിഴ്നാട്ടിൽ പഠിക്കാൻ പോയതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയൊരു ശീലാട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയി പാനിപൂരിയും ദഹിപൂരിയൊക്കെ കഴിക്കുക എന്നുള്ളത്. ഇവിടെ തൊട്ടടുത്ത് സൗത്താളുള്ളതുകൊണ്ട് ആ ശീലത്തിൻ്റെ ഒരു മാറ്റില്ല കേട്ടോ. സൗത്താളെന്ന് പറയുമ്പം UK പഞ്ചാബ് എന്നാട്ടാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ടൈം ഞാനിവിടെ വന്നപ്പം എനിക്ക് തന്നെ ഡൗട്ടായിരുന്നു, ഞാനിനി UK അതോ നോർത്ത് ഇന്ത്യയിലെ എവിടെയെങ്കിലും ആണോ എന്ന്. ജുവലറീസ് ഒക്കെ എടുക്കണമെങ്കിൽ ഞങ്ങൾ ആദ്യം വരുന്നത് ഈ സൗത്താളിലാട്ടോ. ഇവിടെ പുതുതായിട്ട് ജോയാലുക്കാസ് ഓപ്പൺ ആവുന്നുണ്ട്, അതുപോലെ തന്നെ മലബാർ ഗോൾഡും ഉണ്ട്. എല്ലാം ഞങ്ങൾ എന്നിട്ട് അടച്ചു പോയായിരുന്നു. കൂടുതലും കാണുന്നത് പഞ്ചാബികളെ ആട്ടോ. അവരുടെ ഡ്രസ് സ്റ്റൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലാണെന്നൊരു തോന്നൽ വരും. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ കടകളാട്ടോ ഇവിടെയുള്ളത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ സൽവാറും കുർത്തീസും സാരീസും ഈവൻ ലെഹങ്കാസ് വരെ ഇവിടെ കിട്ടും. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിന് ടൈലറിംഗ് ഷോപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ സ്ട്രീറ്റ് ഫുഡുകൾ. കുറേ ഫുഡ് കോർട്ടുകൾ അതിനുണ്ട്. നോർത്ത് ഇന്ത്യൻ ഫുഡ് മാത്രമല്ല, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള ശരവടമൻ ഇവിടെയുണ്ട്. എപ്പോൾ സൗത്താൾ പോയാലും ഒരു മസാല ദോശയും ഫിൽറ്റർ കോഫിയും അത് നിർബന്ധം. അത് കഴിക്കുന്ന ഒരു സുഖം അത് ലോകത്ത് എവിടെ പോയി എന്ത് കഴിച്ചാലും കിട്ടൂല. നമ്മുടെ നാടും നമ്മുടെ നാടിൻ്റെ ഓർമ്മയും. ഇന്ത്യൻ ഗ്രോസറീസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇറങ്ങിയപ്പോൾ വലിയ തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ജാക്കറ്റ് ഹുഡീസ് ഒന്നും എടുത്തില്ല. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പ്. കാണുന്ന ആളുകളെല്ലാവരും ജാക്കറ്റും ഹുഡീസും എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് മാത്രം അതൊന്നും എടുക്കാത്തതുകൊണ്ട് തണുത്ത് കുറച്ച് നാളെ പനി വരും എന്നുള്ള കാര്യം ഉറപ്പായി. ഇപ്രാവശ്യം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ യൂഷ്വലി വാങ്ങിക്കാറുള്ള നമ്മുടെ ചൂട് ജിലേബി കിട്ടിയില്ല. ആ വിഷമത്തിൽ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ എല്ലാവർക്കും